കോൺഗ്രസിന്റെ ഏറ്റവും സജീവമായ പോഷക സംഘടനകളിലൊന്നായ മഹിളാ കോൺഗ്രസിൽ ആഭ്യന്തര ഭിന്നത രൂക്ഷമാകുന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പ്രമേയം പാസാക്കിയതിന് പിറകെയാണ് സംഘടനയ്ക്കകത്ത് പുകച്ചിൽ രൂക്ഷമായത്. മഹിളാ കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗായത്രി വി. നായരെ ഗവൺമെന്റ് പ്ലീഡർ ആക്കണമെന്ന് ജെബി മേത്തറുടെ ശുപാർശ മുഖ്യമന്ത്രി നിരസിച്ചതാണ് പ്രമേയത്തിന് കാരണം. പോഷക സംഘടനയുടെ കത്ത് വാങ്ങലല്ല തന്റെ പണിയെന്ന് പറഞ്ഞ് ഗായത്രി വി. നായരെ വി.ഡി. സതീശൻ അധിക്ഷേപിച്ചത് അംഗീകരിക്കാനാവില്ലെന്നും ഇത് ചർച്ച ചെയ്യണമെന്നും ജെബി മേത്തർ സംസ്ഥാന കമ്മിറ്റിയിൽ പറഞ്ഞതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രമേയം പാസാക്കിയത്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറുമായി കൊമ്പുകോർത്തിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിന്റെ നാണക്കേട് മാറുന്നതിന് മുമ്പെയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വീണ്ടും കലാപമുയരുന്നത്. പ്രമേയം മാധ്യമങ്ങളിൽ വാർത്തയായതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ക്യാമ്പിലുള്ളവർ മഹിളാ കോൺഗ്രസ് ഭാരവാഹികളെ ബന്ധപ്പെട്ടെങ്കിലും ജെബി മേത്തറുടെ തലയിലിട്ട് തടിയൂരാനാണ് എല്ലാവരും ശ്രമിച്ചത്. തനിക്കെതിരായ ഒരു ഗ്രൂപ്പ് നീക്കവുമായി കൂടി വി.ഡി. സതീശൻ ഇതിനെ കണ്ടാൽ പുതിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങളെത്തും. ഏറെക്കാലമായി പ്രസിഡന്റ് ജെബി മേത്തറിന്റെ പ്രവർത്തന ശൈലിയോട് വിയോജിപ്പ് സൂക്ഷിക്കുന്ന ഭാരവാഹികളാണ് കോൺഗ്രസ് നേതൃത്വത്തോട് തങ്ങളുടെ അതൃപ്തിയും പരാതിയും അറിയിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ജെബി മേത്തർ ഏകാധിപത്യ ശൈലി സ്വീകരിക്കുന്നു. പണപ്പിരിവ് നടത്തിയതിന്റെ കണക്കുകൾ അവതരിപ്പിക്കുന്നില്ല. ഇഷ്ടക്കാരല്ലാത്ത ഭാരവാഹികളുടെ ഫോൺ എടുക്കുന്നില്ല തുടങ്ങിയവയാണ് പരാതികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് ചർച്ചകൾ മുതലാണ് സംഘടനയിൽ ഭിന്നത രൂക്ഷമാകുന്നത്. മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾക്ക് 3 സീറ്റെങ്കിലും ആവശ്യപ്പെടണമെന്ന നിർദ്ദേശം സംഘടനയിൽ ഉയർന്നെങ്കിലും അനുകൂല പ്രതികരണം ലഭിച്ചിരുന്നില്ല. സീറ്റ് ആവശ്യമുള്ളവർ സ്വയം അതിന് ശ്രമിക്കണമെന്ന നിലപാടാണ് ജെബി സ്വീകരിച്ചതെന്ന് ഇവർ ആരോപിക്കുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ ആരും അതിലുണ്ടായിരുന്നില്ല. സീറ്റ് ലഭിച്ച വനിതകളെല്ലാം KPCC ഭാരവാഹികളായിരുന്നു. സീറ്റ് പ്രതീക്ഷിച്ച ഭാരവാഹികൾ പലരും ഇതോടെ കടുത്ത അതൃപ്തിയിലുമായി. രാജ്യസഭാ അംഗം കൂടിയായ ജെബി മേത്തറുടെ MP ഫണ്ട് വിനിയോഗത്തെക്കുറിച്ചും ആരോപണങ്ങളുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെയും മറ്റും അധ്യക്ഷരായ ചില ഭാരവാഹികൾ ജെബിയോട് വികസന പദ്ധതിക്കായി MP ഫണ്ട് ആവശ്യപ്പെട്ടു. UDFന് MPമാരും MLAമാരും ഇല്ലാത്ത മണ്ഡലങ്ങളിൽ MP ഫണ്ട് നൽകണമെന്ന ആവശ്യം നിരാകരിച്ചെന്നും വയനാട്ടിലും ആലപ്പുഴയിലും ചെലവഴിക്കേണ്ടതുണ്ടെന്ന കാര്യം പറഞ്ഞ് ന്യായമായ ആവശ്യങ്ങളും തള്ളിയെന്നും ഭാരവാഹികളിൽ പലരും പരാതിപ്പെടുന്നു. സംസ്ഥാന ഭാരവാഹികൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ലെന്നും ഇഷ്ടക്കാരുടെ ഫോൺ മാത്രമാണ് പ്രസിഡന്റ് എടുക്കുന്നതെന്നുമാണ് മറ്റൊരു പരാതി. ഇഷ്ടക്കാർക്ക് സമ്മാനങ്ങൾ നൽകി കൂടെ നിർത്തുന്ന ശൈലി ഇവർക്കുണ്ടെന്നതാണ് എതിർപക്ഷത്തിന്റെ വാദം. ജെബി മേത്തർ നയിച്ച മഹിളാ സഹസ് യാത്രയുടെ ഭാഗമായി കേരളത്തിലെ 1000-ലധികം മണ്ഡലങ്ങളിൽ നിന്ന് 10,000 രൂപ വീതം പിരിച്ചിട്ടുണ്ട്. സംസ്ഥാന ഭാരവാഹികളും ജില്ലാ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാരും 5,000 രൂപ വീതവും നൽകി. ഈ പണപ്പിരിവിന്റെയും ചെലവിന്റെയും കണക്ക് അവതരിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും അവതരിപ്പിക്കാൻ തയ്യാറല്ലെന്നുമാണ് മറ്റൊരു പരാതി. മുമ്പ് KSUവിൽ ഉയർന്ന പ്രതിഷേധത്തിന് പിന്നാലെ മഹിളാ കോൺഗ്രസിലും ഒരു വിഭാഗം വി.ഡി. സതീശനെതിരെ രംഗത്ത് വന്നത് കോൺഗ്രസിനുള്ളിൽ വലിയ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ മാറ്റമായാണ് നിരീക്ഷിക്കപ്പെടുന്നത്. ഒരു കണക്കിനാണ് അലോഷ്യസ് മുഖ്യമന്ത്രി പോര് പറഞ്ഞൊതുക്കിയത്. ഒന്നിനു പിന്നാലെ മറ്റൊന്നായി ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് വെറും 2 മാസം മാത്രം പ്രായമുള്ള സർക്കാരിന് വലിയ തലവേദന തന്നെയാണ് സൃഷ്ടിക്കുന്നത്. പോഷക സംഘടനകളിലെ ഇത്തരം പരസ്യമായ വിഭാഗീയതയും സാമ്പത്തിക ആരോപണങ്ങളും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനയാകുമെന്ന് ഉറപ്പാണ്.